ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഷോ ഒന്ന് പറയുന്ന കേക്ക്. അവരിപ്പോ വരും, പ്ലീസ് വാ. ആ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടി പായിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കുമല്ലോ. അവകാശം ഉണ്ടാവുമ്പോ ഞാൻ നോക്കിക്കോളാം. അതുവരെ ഒരു ചെറിയ അകലം നല്ലതാ. നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാൻ വേണ്ടേ? മുത്തശ്ശി, വരുണിത് എവിടെ പോയതാ? അവന്റെ ചങ്ങാതി വിളിച്ചിട്ട് പോയതാ. ഇത്തരം കാര്യങ്ങളൊക്കെ കാരണവന്മാരാണല്ലോ തീരുമാനിക്കുന്നത്. എന്റെ ആവശ്യം എന്താന്നാ അവൻ ചോദിക്കുന്നേ. ആ കാര്യങ്ങളൊക്കെ അവൻ വിചാരിച്ച വഴിക്ക് ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പൊ നിന്നാൽ എന്താ, നിന്നില്ലെങ്കിൽ എന്താ. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ചു. പക്ഷേ പത്മിനി ഒന്നും തുറന്നു പറഞ്ഞില്ല. ഞാനിപ്പോ ഇതിൽ വിശേഷിച്ച് എന്താ പറയാ യശോദേ? ഇവർ തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ സന്തോഷത്തോടെ നടത്തുക, അങ്ങനെയല്ലേ വേണ്ടത്. അച്ഛാ, ഈ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വലിയൊരു ചടങ്ങായിട്ട് നടത്താനാണോ ഉദ്ദേശിക്കുന്നേ? വേണ്ടടാ, തിരുമേനിയുടെ അവസ്ഥയില് അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും കൂടിയുള്ള ഒരു ചടങ്ങ്, എന്നാൽ ഒട്ടും കുറവ് വരുത്താനും പാടില്ല. അതുപോരെ തിരുമേനി? സത്യത്തിൽ ഞാൻ ആലോചിച്ചത് കൃഷ്ണഭഗവാന്റെ മുമ്പിൽ നിന്ന് ഒരു താലി കെട്ടി അവർ ഒന്നിച്ച് ജീവിച്ചോട്ടെ എന്നാ. പിന്നെ ആലോചിച്ചപ്പോ അത് മാത്രമാക്കണ്ട. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ശുഭകാര്യമല്ലേ, ഇത്തിരി കൂടെ നന്നായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. എന്താ തിരുമേനി തീരുമാനിക്കുന്നെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പരിപൂർണ സമ്മത. അല്ലേ അമ്മേ? മനസ്സുകൊണ്ട് ഒന്നിച്ചു ജീവിക്കാൻ അവരെന്നേ തുടങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കണം, അത്രേ ഉള്ളൂ. കൽപ്പനേ, ഏട്ടത്തിക്ക് ഇതങ്ങനെ അങ്ങോട്ട് ബോധിച്ചിട്ടില്ല അല്ലേ? ശരിയാ, അമ്മയ്ക്ക് ഇതങ്ങ് ഇഷ്ടമായിട്ടില്ല. പിന്നെ അച്ഛനങ്ങനെ പറഞ്ഞതുകൊണ്ട് അമ്മ എതിർത്തൊന്നും പറയാത്തതാ. ഏട്ടത്തിക്ക് അങ്ങനെ ഒരു അനിഷ്ടം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ടേ കൽപ്പനെ? വേണ്ടേ പിന്നെ. ഇക്കാര്യത്തിൽ ആകെ ഉള്ളൊരു പ്രതീക്ഷ അമ്മയുടെ പെരുമാറ്റം. അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് എതിർപ്പുണ്ടെങ്കിൽ അത് അമ്മയെ വെച്ച് നമ്മൾ തടയണം. രാധിക ഈ വീട്ടിൽ മരുമകളായി വരുന്നത് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ അവളുടെ ഈ വീട്ടിലെ സ്ഥാനം നമ്മളെക്കാൾ ഒരുപാട് മേലെയാ. അപ്പൊ പിന്നെ മരുമകളെന്നുള്ള അംഗീകാരം കൂടി കിട്ടിയാലോ? ഹോ, ഇത് മുടക്കണം ചെറിയമ്മേ. ഇന്ന് തന്നെ അമ്മയോട് സംസാരിക്കണം. അതെ, ഇതെന്താ? എന്താ കുഴപ്പം? ഇനിയിപ്പോ ആരെയോട് പേടിക്കാനുള്ളത്? ഇവിടെ എന്നല്ല, വേണമെങ്കിൽ തന്നെയും ചേർത്ത് പിടിച്ച് ഞാൻ റോഡിൽ പോയി നിൽക്കും. അയ്യടാ, അതിന് വേറെ ആളെ നോക്കിയാ മതി റോഡിലേക്കൊക്കെ. പോകുന്നില്ലേ? എനിക്ക് പോകാനൊന്നും തോന്നുന്നില്ല. നമുക്കേ അകത്ത് നിന്നിരുന്നാലോ? അയ്യടാ, നന്നായി. അകത്തെ ഹാളില് മുത്തശ്ശി ഇരിപ്പുണ്ട്. എന്നാലേ മുത്തശ്ശി അവിടെ ഇരുന്നോട്ടെ, നമുക്ക് അകത്ത് തന്റെ മുറിയിലിരിക്കാം. അയ്യടാ മോനെ, സൂത്രം കണ്ണ. അച്ഛനമ്മ ഇപ്പൊ വരും. അതിനിടയില് അവിടുന്ന് മുങ്ങി ഇവിടെ വന്നിക്കാന്നറിഞ്ഞാലേ എന്തൊരു നാണക്കേടാ. ആർക്ക് നാണക്കേട്? എനിക്കാ നാണക്കേട്. മോ പോവാൻ നോക്കേ.
വാ പോണോ? വാ. ഷോ ഒന്ന് പറയുന്ന കേക്ക്. അവരിപ്പ വരും. പ്ലീസ് വാ വാ. ആ കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടി പായിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് കൃത്യമായിട്ടുള്ള അവകാശം ഉണ്ടായിരിക്കുമല്ലോ. അവകാശം ഉണ്ടാവുമ്പോ ഞാൻ നോക്കിക്കോളാം. അതുവരെ ഒരു ചെറിയ അകലം നല്ലതാ. എനിക്ക് പോ നോക്ക്. പോ. ഏയ്, ശ്ശേ. പോയ പോയ പോയ. ഏയ്. പോണോ? ഞാൻ കുറച്ചേരം കൂടെ ഇവിടെ നിൽക്കട്ടെ. കൊള്ളാലോ. എന്താടി എന്താടി ചിരിക്കുന്നേ?